നമ്മുടെ ഹാജിമാർക്ക് ഇൻഷാ അല്ലാഹ് വിപുലമായ ഒരു ഹജ്ജ് ക്യാമ്പ് വരുന്ന 30-ാം തീയതി, ഈ വരുന്ന 30-ാം തീയതി ബുധനാഴ്ച വിളയിൽ പറപ്പൂർ യതീംഖാനയിൽ വെച്ച് നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. രാവിലെ 9 മണി മുതൽ 4 മണി വരെയാണ് അതിൻ്റെ സമയം. ഒരുപാട് ഹാജിമാർ ഹജ്ജമ്മമാർ അവിടെ സംഗമിക്കും. നമ്മളെ പരിചയത്തിലുള്ള അയൽവാസികളായ കുടുംബത്തിൽപ്പെട്ട കൂടെ ജോലി ചെയ്യുന്നവരിൽപ്പെട്ട അവരോടൊക്കെ ആ ഒരു കാര്യം നിങ്ങൾ അറിയിക്കുകയും പരമാവധി ആ മജ്ലിസിൽ സംബന്ധിക്കാൻ അവരോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യണം. വീട്ടിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ വളരെ സഹലായി സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും അത്. ഒപ്പം ഇവിടെ കൂടിയവരോടൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അത്രയും ഹാജിമാർ ഒരുമിച്ച് കൂടി ദുആ ചെയ്യുന്ന ഒരു മജ്ലിസ്, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ വർഷം ഹജ്ജിന് പോകുന്നില്ലെങ്കിലും ഹാജിമാരെയും ഹജ്ജിന്റെ കർമ്മങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന നമുക്കെല്ലാവർക്കും ഇജാബത്ത് പ്രതീക്ഷിച്ച് അന്ന് അവിടെ ഒരുമിച്ച് കൂടാം. ഭക്ഷണവും സൗകര്യവും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തു വെക്കണം. ഈ വരുന്ന ഏപ്രിൽ 30-ാം തീയതി ബുധനാഴ്ചയാണ് മജ്ലിസ്. മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് അത് ഉദ്ഘാടനം ചെയ്യും. സമാപനത്തിൽ ബഹുമാനപ്പെട്ട ജമല്ലയിൽ തങ്ങൾ ദുആ നേതൃത്വത്തിനുണ്ടാകും. നിങ്ങളെല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പരമാവധി നമ്മുടെ ബന്ധങ്ങളിലുള്ള അറിവുകളിലുള്ള ഹാജിമാരോട് അത് പറയണം. അവരോട് നമുക്ക് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാനും അവരുടെ ആ ദുആയിലൊക്കെ നമുക്ക് സംബന്ധിക്കാനും കൂടുതലൊരു അവസരമായതുകൊണ്ട് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. അടുത്ത ചൊവ്വാഴ്ച നമ്മളെ ക്ലാസ് ഉണ്ട്, അതിന് ശേഷമാണ് ഈ മജ്ലിസ്. എന്നാലും ഇത് ഹജ്ജിന്റെ ഒരു ക്യാമ്പ് ആയതുകൊണ്ട് നേരത്തെ തന്നെ ഒരുങ്ങാൻ വേണ്ടി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. അള്ളാഹുവേ, ഇതിലൊക്കെ പങ്കെടുത്ത് ആ ഹജ്ജിനും ഉംറക്കും അവിടെ എത്തിപ്പെടാനും അവിടെ പങ്കെടുക്കാനും നീ ഞങ്ങൾക്കൊക്കെയും തൗഫീഖ് നൽകണേ റബ്ബേ. അള്ളാഹു നമ്മളെയൊക്കെ സഹായിക്കട്ടെ.